ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന ലോകം ഇടുക്കങ്ങളില്ലാതെ പതിയെ സഞ്ചരിച്ചിരുന്ന 1926 മറിയക്കുട്ടിയുടെ ജനനം. അന്ന് റേഡിയോകൾ വാർത്തകൾ എത്തിച്ചു. വിശ്വാസം ദൈനംദിന ജീവിതത്തിന് വഴിവിളക്കായി. 1942 ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവളുടെ ജീവിതം പുതിയ പാതയിലേക്ക് തിരിഞ്ഞു. അവൾ വിവാഹിതയായി. ദശകങ്ങളോളം തണലായി കൂടെ നടക്കാൻ ഒരാളെ ഒപ്പം ചേർത്ത ഹൃദയബന്ധത്തിൻ്റെ തുടക്കം. യുദ്ധത്തിൻ്റെ കരുനിഴൽ നീങ്ങി ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിലേക്ക് കാൽവച്ച നാളുകളിൽ അവളുടെ കുടുംബവും വളരുകയായിരുന്നു. 1946 ആദ്യത്തെ കൺമണി ജോർജ് കുഞ്ഞ് ജനിച്ചു. 48 മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ രാജ്യം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വേളയിൽ രണ്ടാമത്തെ മകൾ മേരി അവളുടെ സങ്കടമൊപ്പി ജീവിതത്തിലേക്ക് വന്നു. വീണ്ടും കളിചിരികളുമായി കുരുന്നുകൾ അവളുടെ സ്നേഹകൂടാരത്തിലേക്ക് വിരുന്നെത്തി. 1952 ജോസും 55 കൊച്ചു ത്രേസ്യയും, കേരളം ഒരു സംസ്ഥാനമായി പിറവിയെടുത്ത 57 മാർഗരറ്റും, 1959 ലൂസിയും ജനിച്ചു. ഭാരതത്തിൻ്റെ അതിർത്തികളിൽ വീണ്ടും യുദ്ധം നിഴൽ വിരിച്ച 1962 മാത്യൂസ് സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടി. 66 അലോഷ്യസ് കുടുംബത്തിന്റെ അലങ്കാരമായി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പാദമുദ്ര പതിപ്പിച്ച 1969 ആ ചരിത്ര നിമിഷങ്ങൾക്കൊപ്പം ഡൊമിനിക്ക് കുടുംബത്തിൽ കുഞ്ഞുപാദങ്ങൾ ചേർത്തു. 70കളുടെ തുടക്കം രാജ്യത്തിനു മാത്രമല്ല മറിയക്കുട്ടിയുടെ കുടുംബത്തിനും മാറ്റങ്ങളുടേതായിരുന്നു. ലോകം ആദ്യത്തെ ഇമെയിൽ അയച്ചപ്പോൾ മകൾ മേരി അഗസ്റ്റിന്റെ വധുവായി. 72 ആദ്യത്തെ കൊച്ചുമകൻ ജെറീഷ് ജനിച്ചപ്പോൾ വരും തലമുറയുടെ പുതുസന്തോഷത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. 1973 10ാമത്തെ പുത്രനായി അവളുടെ ഇളയ മകൻ അലക്സ് പിറന്നു. ചാച്ചന്റെ 50ാം ജന്മദിനം ആഘോഷിച്ച 74 മൂത്ത മകൻ ജോർജ് സെലിനെ ജീവിത സഖിയാക്കി. 1975 ഇന്ത്യ ആര്യഭട്ട എന്ന ആദ്യ ഉപഗ്രഹം വിക്ഷേപിക്കുകയും രാജ്യം അടിയന്തരാവസ്ഥയുടെ വേലിയേറ്റങ്ങളിൽ ഒലിയുകയും ചെയ്ത കാലം ജാസ്മിൻ എന്ന കൊച്ചുമകൾ ആ വീട്ടിൽ ചിരിയുടെ മണിമുഴക്കമായി. ഇടുക്കി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത 1976 മറിയക്കുട്ടി നന്ദിയോടെ പിന്തിരിഞ്ഞു നോക്കിയ 50 വർഷങ്ങൾ. അതേ വർഷമാണ് മകൾ കൊച്ചു ത്രേസ്യ ദൈവമുള്ളിയുടെ പാത സ്വീകരിച്ചത്. 77 റോസ്മിന്റെ ജനനം കുടുംബത്തിൽ സന്തോഷത്തിന്റെ റോസപ്പൂക്കൾ വിടർത്തി. 78 ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ വേളയിൽ കുഞ്ഞു ജിനജിയും പിറന്നു. 80കൾ വളർച്ചയുടെ വർഷങ്ങളായിരുന്നു ലോകത്തിനും അവളുടെ കുടുംബത്തിനും. മകൾ മാർഗരറ്റ് അഗസ്റ്റിന്റെ ജീവിതസഖിയായി. കൊച്ചുമക്കളായി ജയന്തിയും ജോയിസും ആ സ്നേഹത്തണലിലേക്ക് എത്തിയ നാളുകൾ. 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റിൽ മുത്തമിട്ട ആവേശകരമായ വർഷം. അവളുടെ വീട്ടിലും ഒരു വിജയത്തിൻ്റെ ആഘോഷം മുഴങ്ങി. മകൻ ജോസ് സോളിയുടെ കൈ പിടിച്ചു. തൊട്ടു പിന്നാലെ ഔസേപ്പച്ചനും ഡോണും ജീവിതത്തിൻ്റെ ക്രീസിലെത്തി. രാജ്യങ്ങളെ വേർതിരിച്ചിരുന്ന അതിർത്തികൾ മായുകയും സാങ്കേതിക വിദ്യയിലൂടെ ലോകം ഒന്നാകാൻ തുടങ്ങുകയും ചെയ്ത 1988-89 കാലഘട്ടം. മകൾ ലൂസിയും ജോണും അതിരുകളില്ലാത്ത സ്നേഹ ദാമ്പത്യത്തിലൂടെ ഒന്നായി. ആ വർഷങ്ങളിൽ തന്നെ ഡീന, അനുഷ എന്നീ 2 കൊച്ചുമക്കളെയും മറിയക്കുട്ടിക്ക് ലഭിച്ചു. കാലം 90കളിലേക്ക് അതിവേഗം പാഞ്ഞെത്തി. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയ 1990 മാത്യൂസും സൂസമ്മയും ഹൃദയത്തിൽ സ്നേഹാക്ഷരങ്ങൾ രചിച്ച് ഒരുമിച്ചു. പിന്നാലെ അമലുവും പിറന്നു. 1992 മറിയക്കുട്ടിക്കും ജോസഫിനും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ 50ാം വർഷം. മകൻ അലോഷ്യസ് സെലിന്റെ കൈപിടിച്ച് പ്രണയത്തിന്റെ യാത്ര ആരംഭിച്ചു. വിവരസാങ്കേതിക വിദ്യയിലൂടെ ലോകം വിരൽ തുമ്പിലേക്ക് ചുരുങ്ങിയ 90കൾ. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോണിൽ വാക്കുകൾ മുഴങ്ങിയ ചരിത്ര നിമിഷങ്ങൾ. ഓഷിനും ക്രിസും റോഷനും ആനന്ദാരവമായി കടന്നു വന്നു. ആദ്യത്തെ മലയാളി രാഷ്ട്രപതി KR നാരായണനെ ഭാരതം വരവേറ്റ അഭിമാന വർഷം. ടീസ എന്ന കൊച്ചുതാരം തിരിയായി തെളിഞ്ഞു. ലോകത്തിന്റെ അറിവുകൾ തിരയാൻ ഗൂഗിൾ വഴി തുറന്ന് 1998 ഡൊമിനിക് സിജിയെ ജീവിത സഖിയാക്കി. 1999 പ്രിയപ്പെട്ട കൊച്ചുമകൾ ജാസ്മിൻ സുന്ദരനായ മജുവിന്റെ വധുവായി. അതേ വർഷം തന്നെ റിയ എന്ന കൊച്ചുമകൾ കൂടി ജനിച്ചു. പുതിയൊരു സഹസ്രാബ്ദത്തിന് ലോകം സാക്ഷ്യം വഹിച്ച 2000 ആണ്ട് തുളുവനാനിക്കൽ കുടുംബത്തിന് സന്തോഷത്തിൻ്റെ മറ്റൊരു തുടക്കമായിരുന്നു. ജെറീഷും സ്മിതയും വിവാഹിതരായി. 2001 ആദ്യത്തെ കൊച്ചുമകളുടെ മകളായി ആഷ്ലി പിറന്നു വീണപ്പോൾ മകൾ കൊച്ചു ത്രേസ്യ തൻ്റെ ദൈവവിളിയുടെ
രജത ജൂബിലിയും ആഘോഷിച്ചു. മറിയക്കുട്ടിയുടെ ജീവിതത്തിൽ ഏറെ വിശേഷങ്ങൾ നിറഞ്ഞതായിരുന്നു 2002. ഇളയ മകൻ അലക്സ് ജോസ്നയെ ജീവിത സഖിയായി സ്വീകരിച്ച ആ വർഷം കൊച്ചുമകളായി എൽസയും കൊച്ചുമക്കളുടെ മക്കളായി ഐറീനും അഖിലയും കടന്നുവന്നു. 2003 അവസാനത്തെ കൊച്ചുമകളായി അലീന പിറന്നു. 2004 സുനാമിയുടെ കടൽത്തിരകൾ ലോകത്തെ വലയ്ക്കുമ്പോൾ കുടുംബത്തിൽ സ്നേഹത്തിരകളുടെ വേലിയേറ്റം സൃഷ്ടിച്ച് പ്രിയപ്പെട്ട കൊച്ചുമകൾ റോസ്മിൻ ജോണിയുടെ വധുവായി. ലോകത്തെ വിസ്മയിപ്പിച്ച ആദ്യ യൂട്യൂബ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ട 2005 സ്നേഹത്തിൻ്റെ മറ്റൊരു പങ്കുവയ്ക്കലായി കൊച്ചുമകൾ ജിനുജ ടിജോയുടെ ജീവിതസഖിയായി. 5 ഇതൾ പൂക്കളുടെ ഭംഗിയാണ് 2005 2007 ഇടയിലുള്ള കാലയളവിന്. തോമസ്, അൽഫോൺസ്, ഐസക്, ഏബൽ, എൽസ എന്നിങ്ങനെ 5 പൊന്നോമനകൾ കുടുംബത്തിലെത്തി. 2007 കൊച്ചുമകൾ ജയന്തി സിബിയുടെ വധുവായി. അതേ വർഷം തന്നെ കൊച്ചുമകനായി ആൽബർട്ടും കുടുംബത്തിലെത്തി. ഭാരതത്തിൻ്റെ പുണ്യമായ അൽഫോൻസാമ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട 2008 കൊച്ചുമകൾ അൽഫോൻസയും കൊച്ചുമകൻ ടോമും മറിയക്കുട്ടിക്ക് ആനന്ദത്തിൻ്റെ വിശുദ്ധി പകർന്നു. 2009 ഇളയ കൊച്ചുമകനായി ആൽഡനും 2010 12 ഇടയിലുള്ള കാലഘട്ടത്തിൽ നോബൽ, അന്ന, ജോർജ്, ജോവാന എന്നീ 4 കുഞ്ഞു നക്ഷത്രങ്ങളും പിറന്നു. 2012 2 കൊച്ചുമക്കളുടെ മംഗലങ്ങളുടെ സന്തോഷവേളയായിരുന്നു. ജോയ്സും രാജയും ഔസേഫച്ചനും ആൻമേരിയും തമ്മിൽ വിവാഹിതരായി. ഈ സ്നേഹസംഗമത്തിൻ്റെ സന്തോഷത്തിന് മാറ്റുകൂട്ടി മറിയക്കുട്ടിയും ജോസഫും തങ്ങളുടെ 70ാം വിവാഹ വാർഷികം ആഘോഷിച്ചു. 70ലേറെ വർഷങ്ങൾ നിഴലും വെളിച്ചവുമായി ചേർന്ന് നിന്ന അവളുടെ പ്രിയതമൻ TV ജോസഫ് 2013 തൻ്റെ നാഥൻ്റെ പക്കലേക്ക് യാത്രയായി. എങ്കിലും സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. 2013 14 ഇടയിൽ കുഞ്ഞാഗസ്തിയും ആഞ്ചലിയും ആൻസിലും പിറന്നു. ഒരുമിച്ച് ജീവിച്ചു വളർന്ന ഉറ്റ കൂട്ടുകാരായ ഡീനയും അനുവും 2015 യഥാക്രമം വിയോച്ചിൻ്റെയും സന്ദീപിൻ്റെയും കരം പിടിച്ചു. നോട്ടുകൾ അപ്രത്യക്ഷമാകുകയും നമ്മൾ ATMന് മുമ്പിൽ ക്യൂ നിൽക്കുകയും ചെയ്ത 2016 ഡോൺ അലീസയുടെയും അമലു ജീനസിന്റെയും ജീവിതത്തിൽ തീരാത്ത സ്നേഹത്തിന്റെ ATMകളായി. 2016 19 ഇടയിൽ സ്നേഹത്തിന്റെ ആരവമുയർത്തി 6 കൊച്ചുമക്കളെ മറിയക്കുട്ടിക്ക് ലഭിച്ചു. ജോജു, ഫിയോണ, റേച്ചിൽ, എമിലിയ, ഹന്ന, എമ്മാനുവേൽ. കുടുംബത്തിന്റെ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകിയ കുഞ്ഞു തിരുനാളങ്ങൾ. 2018 മഹാപ്രളയത്തിന്റെ മുറിവുകൾക്കും 2020 കോവിഡ് കാലത്തെ നിശബ്ദതയ്ക്കും ശേഷം ജീവിതം സാവധാനം തളിരിട്ടു തുടങ്ങി. 2021 ഓഷനും ബിജോയും വിവാഹിതരായതോടെ പ്രണയപ്രതീക്ഷകളും ആഘോഷങ്ങളും കുടുംബത്തിലേക്കും തിരിച്ചെത്തി. 2022 ഏപ്രിൽ മാസത്തിൽ കൊച്ചുമകൾ റിയായും ബിസ്വിനും വിവാഹിതരായി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയ 2023 റാഫേൽ, ക്ലെയർ, ഡാനിയൽ എന്നീ 3 കുഞ്ഞു നക്ഷത്രങ്ങൾ കൂടി കുടുംബത്തിന്റെ പുണ്യമായി പിറന്നു. 24 പ്രിയപ്പെട്ട കൊച്ചുമകൾ റോഷൻ ഡിനുവിന്റെ വധുവായി മാറിയപ്പോൾ മറിയക്കുട്ടിയുടെ സ്നേഹക്കൂടാരത്തിൽ വീണ്ടും സന്തോഷാരവും ഉയർന്നു. ലിയോ 14 മാർപ്പാപ്പയെ ആഗോളസഭ വരവേറ്റ 2025 മറിയക്കുട്ടിക്ക് തന്റെ സന്താന പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായി റെബേക്ക എന്ന കുഞ്ഞുമാലാഖ സ്നേഹത്തോടെ വിരുന്നു വന്നു. അങ്ങനെ ആ ചരിത്ര നിമിഷം 2026 ആഗതമായി. അമ്മയുടെ 100ാം ജന്മദിനം. ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതം. അസംഭവ്യമെന്ന് കരുതിയ പലതിനും സാക്ഷിയാവുകയും അവയെല്ലാം തൻ്റെ കൈക്കൊമ്പിൽ ചേർത്ത് പിടിക്കുകയും ചെയ്ത സഫലമായ 100 വർഷങ്ങൾ. മറിയക്കുട്ടി ചരിത്രത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമല്ല ചെയ്തത്. അവൾ ചരിത്രത്തോടൊപ്പം മാറ്റങ്ങളോട് ഇണങ്ങിച്ചേർന്നു. ഓരോ നിമിഷവും സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു. അവൾ പിന്നിട്ടത് കേവലം 100 വർഷങ്ങളല്ല, ഓരോ ചുവടിലും തൻ്റെ ഹൃദയത്തെ ചേർത്ത് വെച്ച ഒരു പുണ്യയാത്രയാണ്. നമുക്ക് വഴികാട്ടിയായി നമ്മുടെ മുൻപേ. താങ്ക് യു മറിയക്കുട്ടി. വണ്ടർഫുൾ 100 years of love.